സൈബർ തട്ടിപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുകയാണ് പോലീസ്. ജനുവരി മുതൽ മെയ് വരെ കൊച്ചിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 3000-ലധികം കേസുകളാണ് റിപ്പോർട്ടുകൾ. ഒരേ രീതിയിലുള്ള തട്ടിപ്പ് അധികകാലം ആവർത്തിക്കുന്നില്ല എന്നത് പോലീസിന് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല സൃഷ്ടിക്കുന്നത്. ഒരു തട്ടിപ്പ് കണ്ടെത്തി അതിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുമ്പോൾ അതുവരെ പരിചയമില്ലാത്ത മറ്റൊരു തട്ടിപ്പുമായി സംഘം പുറത്തിറങ്ങും. പേഴ്സണൽ ലോൺ തട്ടിപ്പ്, സിനിമാ മേഖലയിലെ നിക്ഷേപ തട്ടിപ്പ്, ബാങ്ക് OTP, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്, വാട്സ്ആപ്പ് ഹാക്കിംഗ്, ടെലിഗ്രാം ഹാക്കിംഗ്, ഏറ്റവും ഒടുവിലായി എംപരിവാഹൻ ആപ്പ് തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ടെലികോം വിഭാഗം വഴി നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പറ്റിക്കപ്പെടുന്നവർ നിരവധിയാണ്. അതിന് തെളിവാണ് കേരളത്തിൽ കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം. 9539 കേസുകളാണ് ഈ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിൽ 3158 കേസുകളും കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ സൈബർ തട്ടിപ്പുകൾ ഏറി വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. പോലീസ് സൈബർ ഡിവിഷനിൽ, അതായത് 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്ന പരാതികളിൽ നടപടികൾ വേഗത്തിലാക്കി അന്വേഷണ പുരോഗതി ദിവസവും വിലയിരുത്തിയുമാണ് പ്രവർത്തനം. ഇതിനുശേഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ കേരളത്തിൽ ആകമാനം 286 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഡാർക്ക് വെബിലെ ലഹരി ഇടപാടുകളും ആയുധ ഇടപാടുകളും പിടികൂടിയത്. ഇൻഫോ പാർക്കിൽ കേരള പോലീസിന്റെ സൈബർ ഡോം ഉദ്യോഗസ്ഥർ സജീവമാണ്. കുറ്റകൃത്യങ്ങൾ തടയാൻ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ അഥവാ FRI സംവിധാനവുമായി ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗവും രംഗത്തുണ്ട്. ഏറ്റവും ഒടുവിലായി എംപരിവാഹൻ തട്ടിപ്പിന്റെ സൂത്രധാരന്മാരെ കൊച്ചി സിറ്റി പോലീസ് വാരാണസിയിൽ എത്തിയാണ് പിടികൂടിയത്. 16-കാരനായ മൂന്നാം പ്രതിയാണ് APK ഫയൽ ഉണ്ടാക്കിയത് എന്ന ഞെട്ടിക്കുന്ന വിവരവും പോലീസിന് കണ്ടെത്താനായി. എംപരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് 10,000-കണക്കിന് വാഹനോടമകളുടെ വിവരങ്ങൾ ചോർന്നത് ദേശീയ തലത്തിൽ തന്നെ വിവാദമായിരുന്നു. കൊച്ചി നഗരത്തിൽ മാത്രം 96 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്ത് 50 ലക്ഷത്തോളം രൂപയാണ്. കൊച്ചി സൈബർ പോലീസിന്റെ അഭിനന്ദനാർഹമായ ചുവടുവയ്പ്പാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. ന്യൂസ് 18 കൊച്ചി. സ്പെഷ്യൽ ഡ്രൈവ് അത് ശക്തമാക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. അതിലേക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുത്താലും സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ഒരു തരത്തിൽ പരിവാഹന ആപ്പ് വരെ എത്തി നിൽക്കുന്ന സൈബർ ക്രൈം ഇനി വേറൊരു മോഡിൽ അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് കടന്നു വരികയാണ്. ഇതിനെല്ലാം ഉപരി കൊച്ചിയിൽ തന്നെ ഈ കഴിഞ്ഞ വർഷത്തിൽ 3158 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ കൊച്ചിയിലെ സൈബർ പോലീസ് വിങ് അങ്ങേയറ്റം ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നുമുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണറുണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ ചോദിക്കാനുണ്ട്. കാരണം എന്തൊക്കെ മുൻകരുതലുകളാണ്, എന്തൊക്കെ അവയർനെസ്സാണ് ആളുകൾക്ക് നൽകാനുള്ളത് എന്നുള്ള കാര്യം ചോദിക്കേണ്ടത്. നമസ്കാരം സർ. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൈബർ ക്രൈംസിൻ്റെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഒരു തരത്തിലുള്ള ഓപ്പറേഷൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ പരിവാഹൻ ആപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈബർ വിങ് ആയാലും പോലീസ് ആയാലും എന്തൊക്കെ മുൻകരുതലുകളാണ് പെട്ടെന്നായിട്ട് അടിയന്തരമായി കൈക്കൊള്ളുന്നത്? നമ്മൾ ഈ സൈബർ ക്രൈംസ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. ഒന്നാമത്തത് അവെയർനെസ് ആണ്. ജനങ്ങൾക്ക് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് സാധാരണ ആൾക്കാർ ഈ പ്രതികൾ ചെയ്യുന്നത് എന്ന വിഷയങ്ങളിൽ കുറേ അവെയർനെസ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പോലീസ് തന്നെ പോയി ക്ലാസ് എടുക്കാറുണ്ട്. അതോടൊപ്പം ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ തലത്തിൽ അവർ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ആൾക്കാർ 1-2 മോഡസ് ഓപ്പറാൻഡി ഉണ്ടെങ്കിൽ അത് മാത്രമേ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറ്റവാളികളെല്ലാ പുതിയ പദ്ധതികളോടാണ് ആൾക്കാരിൽ അടുത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എംപരിവാഹൻ ആപ്പ് എന്ന ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ കേസുകൾ പല സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറ്റവാളികളെ പിടിക്കുമ്പോൾ നമ്മൾ കണ്ടത് ശരിക്കും പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസിനെ അവർ ഒരു ഫേക്കായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആൾക്കാർ അടുത്തേക്ക് ഒരു മെസ്സേജ് അയക്കുകയും ആൾക്കാർ അതിൽ എന്തെങ്കിലും റെസ്പോണ്ട് ആവുന്നുണ്ടെങ്കിൽ അവരെ തട്ടിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
വെനവർ അപ്പോൾ പുതിയ ഒരു അറിയാത്ത സോഴ്സിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിവാഹൻ ആപ്പിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അതിനു മുൻപ് സാറിന് അറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ ബാങ്ക് ക്രെഡൻഷ്യൽസ് ചോദിക്കുക, അതല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പല മോഡ് ഓഫ് ഈ പല കൈൻഡ് ഓഫ് ക്രൈംസ് ഇങ്ങനെ വന്ന് തുടങ്ങി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, അപ്പോൾ ഫിസിക്കലായിട്ട് നേരിട്ട് പോയി കാണുക എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് വേറൊരു വിഭാഗമുണ്ട്. ഇത് ഈ ഇതിന് ഫോൺ മാത്രം അവെയറായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം ക്രൈംസിനെ പറ്റി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ OTP ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡിജിറ്റൽ അറസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് പാനിക്കാവുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അവെയർനെസ് എത്തിക്കാൻ പറ്റുക? മീൻസ് ഞാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു ഒരു ക്യാമ്പയിൻ പോലെ എടുത്താൽ പോലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്, അപ്പം അങ്ങനെ എടുത്താൽ പോലും ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇവരിലേക്ക്, സാധാരണ ആളുകളിലേക്ക് ഇത്തരം അവയർനെസ് എത്തിക്കാൻ പറ്റുന്ന ചോദിക്കും. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ, മറ്റ് മെയിൻ സ്ട്രീം മീഡിയ ആണ് ഏറ്റവും ശക്തമായ ഒരു ജനങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജിനെ കൊണ്ടുപോകണമെങ്കിൽ ഈ 2 വഴികളാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ നല്ല രീതിയിൽ ഇതിനെപ്പറ്റിയുള്ള ഒത്തിരി ആർട്ടിക്കിൾസ് ശരിക്കും പത്രത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ നമ്മൾ പിടിച്ചതോ മറ്റ് അല്ലാതെ റിപ്പോർട്ടാവുന്ന എല്ലാ കേസുകളും നല്ല രീതിയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുതല പുതിയ പദ്ധതികൾ എന്താണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. കൂടാതെ സോഷ്യൽ മീഡിയയിൽ എല്ലാ പോലീസിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽസ്, ട്വിറ്റർ ഹാൻഡിൽസ്, അതുപോലെ യൂട്യൂബ് ചാനലുകളിലെയും പോലീസിൻ്റെ സോഷ്യൽ മീഡിയ ലൈക്ക് ലിങ്ക്സിൽ ഇതിൻ്റെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതാത് സമയത്ത് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഉടൻ തന്നെ 112ലേക്ക് വിളിക്കുകയോ, അല്ലെങ്കിൽ ഒരു 1930ലേക്ക് വിളിക്കുകയോ, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുകയോ എന്നത് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ വൾനറബിളായിട്ടുള്ളൊരു സ്പേസാണ്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു വിഷയം നമ്മൾ മനസ്സിലെ ഉള്ളിലേക്ക് ആക്ച്വലി സിങ്ക് ചെയ്യപ്പെടണം. സൈബർ ക്രൈമുകളുടെ രീതികൾ മാറുകയാണ് ദിനം പ്രതി. എന്നിരുന്നാൽ പോലും പോലീസ് അതിൽ ഓരോ തരത്തിലുള്ള ക്രൈമുകൾ വരുമ്പോഴും അതിനെ ഏതൊക്കെ തരത്തിൽ ബ്ലോക്ക് ചെയ്യാമെന്നുള്ള ഇന്നോവേഷൻസുമായിട്ട് പോലീസ് രംഗത്തുണ്ട് താനും. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. കൊച്ചി കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറ്റിക്കപ്പെടുകയാണോ, നമ്മൾക്ക് വന്ന കോളോ മെസ്സേജോ പറ്റിക്കപ്പെടുകയാണോ എന്ന് തോന്നിയാൽ 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ് എന്നാണ് ഇപ്പോൾ കൊച്ചി കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓർമ്മകൾക്ക് അറിവിലേക്കായി ഒന്നുകൂടെ പറയുന്നു, 112 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും മെസ്സേജോ കോളോ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിന് ശേഷം മാത്രമേ വന്ന കോളിനൊരു റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, പൊതുവെ പറയാറുണ്ട് മലയാളികളെയാണ് പറ്റിക്കാൻ എളുപ്പമെന്ന്. ഇപ്പോൾ പോലീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം അത് ശരിവെക്കുന്നതുമാണ്. കൂടുതൽ മലയാളികൾ ഓരോ ദിവസവും പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ടെലികോം വിഭാഗം വഴി നിർദ്ദേശങ്ങൾ നിരന്തരം നൽകുന്നുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ വീണ്ടും പറ്റിക്കപ്പെടുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, കാരണം ഇപ്പോൾ ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ അറസ്റ്റ് വ്യാപകമായിരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഉള്ള ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റിയുള്ള മുൻകരുതൽ ഏത് തരത്തിൽ വേണമെന്നുള്ള ഇൻഫർമേഷനൊക്കെ ടെലികോം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഓരോ കോളിലും ഓരോരുത്തരുടെയും ഡയലർ ടോൺ ആക്കി തന്നെയായിരുന്നു അത് മുൻപോട്ട് പോയിരുന്നത്. പക്ഷേ ഓരോ ദിവസവും, അതായത് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തട്ടിപ്പ് പിടിക്കപ്പെട്ടു, അത് ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് ആയിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ പുതിയൊരു രൂപത്തിൽ സൈബർ തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ്. പുതിയ ഡൊമൈനുകൾ ഉണ്ടാകുന്നു, പുതിയ ആപ്ലിക്കേഷനുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ, അതായത് ഇതിപ്പോൾ പരിവാഹൻ ആപ്പിൽ വന്ന് നിൽക്കുന്നു. അതിൽ തന്നെ 2500ഓളം പേരാണ് ഇന്ത്യയിൽ ഒട്ടാകെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 50 ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്ന് തന്നെയാണ് തട്ടിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകുമ്പോൾ തന്നെ
ഭവ്യ സൂചിപ്പിച്ചത്, അതായത് മലയാളികളെ കൂടുതൽ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുമെന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു ശീല് യാഥാർത്ഥ്യമാകുന്ന ഒരു തരത്തിലേക്ക് തന്നെ പോകുന്നു. 3158 കേസുകളാണ് കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് കൊച്ചിയിൽ മാത്രം സൈബർ ക്രൈമുകളായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി കേസുകൾ പോലീസിൻ്റെ ഇതിൽ സൈബർ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് നിരവധി കേസുകളും അല്ലെങ്കിൽ പണം ഒരുപാട് നഷ്ടപ്പെടുന്നതൊക്കെ തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഓരോ തരത്തിൽ എനിക്ക് പരിചയമുള്ള ആളുകളുടെ വാട്സപ്പിൽ നിന്ന് പൈസ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. എൻ്റെ തന്നെ ടെലിഗ്രാം കഴിഞ്ഞ ആഴ്ച ഹാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സൈബർ പോലീസ് ഇടപെട്ട് അത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുകയും നമുക്ക് അറിയാവുന്ന ആളുകളിലേക്കൊക്കെ പെട്ടെന്ന് മെസ്സേജ് എത്തിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മൾ ഇവരുമായി വളരെ അടുത്ത് പെരുമാറുന്ന ആളുകളായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു റീച്ച് കിട്ടിയത് അല്ലെങ്കിൽ അത്തരമൊരു സഹായം കിട്ടിയത്. പക്ഷേ സാധാരണക്കാരായുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ എന്നെ ഇത്തരം നിരവധി സ്ത്രീകളെ വിളിച്ചത്, അതായത് നിങ്ങളുടെ ഫോട്ടോ ഉണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ന് പറയുമ്പോൾ പാനിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കമ്മീഷൻ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം സ്ത്രീകൾ ഇത്തരം ഒരു ആകാംക്ഷ എന്ത് തരത്തിലുള്ള ഫോട്ടോയാണ് വെബ്സൈറ്റിലുള്ളത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് ഇതിൽ കയറി. ശരി, വ്യക്തമാണ്. സ്പെഷ്യൽ ഡ്രൈവ് എന്തായാലും ശക്തമാക്കാൻ പോകുന്നു അന്വേഷണ സംഘം, കൊച്ചി പോലീസ് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.